നമ്മുടെ നാട്ടിൽ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു കപ്പ് ചൂട് പാൽ ചായ കുടിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകും. എന്നാൽ നമ്മൾ ഏറെ ആസ്വദിച്ചു കുടിക്കുന്ന ഈ പാൽ ചായയുടെ ചരിത്രത്തിന് പിന്നിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ വലിയൊരു വിപണന തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്നീ രേഖകൾ വ്യക്തമാക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരുടെ കുത്തക തകർക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ തോട്ടങ്ങൾ നിർമ്മിച്ച് വൻതോതിൽ തേയില ഉൽപാദനം ആരംഭിക്കുകയും തുടക്കത്തിൽ പണക്കാർക്ക് മാത്രം ലഭ്യമായിരുന്ന ഈ പാനീയം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അവർ പുതിയൊരു തന്ത്രം മെനയുകയും ചെയ്തു. 1900-കളിൽ പ്രാദേശികമായി ചായ പ്രചരിപ്പിക്കുന്നതിനായി കയ്പ് കുറയ്ക്കുവാനും ചായക്ക് കൂടുതൽ ജനപ്രീതി നൽകുവാനും അവർ തേയില വെള്ളത്തിൽ പോലും പഞ്ചസാരയും ചേർക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് ഇന്ത്യക്കാരുടെ അടുക്കളകളിൽ പാലിനുള്ള പ്രാധാന്യം മുതലെടുത്തുകൊണ്ട് പാൽച്ചായ എന്ന ശീലം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയത്. എന്നാൽ ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഈ ജനപ്രീതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഭക്ഷ്യ വിപണിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മായം ചേർക്കലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വാങ്ങുന്ന തേയിലപ്പൊടികളിൽ ആകർഷകമായ നിറം നൽകാൻ മാരകമായ കൃത്രിമ രാസവസ്തുക്കളും കശുവണ്ടി പരിപ്പിന്റെ തൊലി പോലുള്ള അവശിഷ്ടങ്ങളും ചേർക്കുന്നുണ്ട്. ഇതിനൊപ്പം ചായക്ക് കൊഴുപ്പ് കൂട്ടാൻ ഉപയോഗിക്കുന്ന പാലിൽ ഡിറ്റർജന്റുകൾ, യൂറിയ സ്റ്റാർച്ച്, ഫോർമാലിൻ തുടങ്ങിയ മാരകീയ വിഷങ്ങളാണ് പലയിടങ്ങളിലും പരിശോധനകളിൽ കണ്ടെത്തുന്നത്. ലാഭക്കൊതി മൂത്ത് ചില കച്ചവടക്കാർ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന സിന്തറ്റിക് പാലും കാലാവധി കഴിഞ്ഞ ചായപ്പൊടിയും ഉപയോഗിച്ച് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ വെച്ച് പന്താടുകയാണ്. ഇത്തരം കെമിക്കലുകൾ അടങ്ങിയ പാൽച്ചായ നിരന്തരം ശരീരത്തിൽ എത്തുന്നത് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. പാലിലെയും ചായപ്പൊടിയിലെയും രാസമാലിന്യങ്ങൾ നമ്മുടെ ദഹന വ്യവസ്ഥയെ തകിടം മറിക്കുകയും ആമാശയത്തിൽ അൾസർ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും കരൾ രോഗങ്ങളിലേക്കും ക്യാൻസർ പോലുള്ള മാരകമായ അവസ്ഥകളിലേക്കും നയിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കാൻ ഈ വിഷക്കൂട്ടുകൾക്ക് സാധിക്കും. ഈ വിപത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തെയും ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ ചില ലളിതമായ മാർഗങ്ങൾ നാം അവലംബിക്കേണ്ടതുണ്ട്. ചായപ്പൊടിയിൽ മായമുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്പം തണുത്ത വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് നോക്കുക. വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ കടുനിറം വരികയാണെങ്കിൽ അതിൽ കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അതുപോലെ വിശ്വസനീയമായ ബ്രാൻഡുകളുടെ പാലും തേയിലയും മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് ചായ കുടിക്കുമ്പോൾ അമിതമായ കൊഴുപ്പോ കൃത്രിമ മണമോ തോന്നിയാൽ പ്രതികരിക്കുവാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കുവാനും മടിക്കരുത്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ഇത്തരം ഭക്ഷ്യസുരക്ഷാ അപ്ഡേറ്റുകൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പൗരന്റെയും അടിയന്തര ആവശ്യമാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമ്മൾ പലരും നമ്മുടെ പ്രിയപ്പെട്ടവരും രോഗബാധിതരാക്കാൻ ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ സമൂഹത്തെ സുരക്ഷിതമാക്കാൻ പങ്കാളികളാണ്.